അപ്പോൾ ഈ നറേറ്റീവുകൾ രൂപപ്പെടുന്നതിനനുസരിച്ച് ആളുകളുടെ പൊതുബോധം യെസ്. മാറുകയാണ്. അതാണല്ലോ നറേറ്റീവ് രൂപപ്പെടുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ നറേറ്റീവുകളെ രൂപപ്പെടുത്തുന്നവരാണ്. ഇപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് ആദ്യം LGBT ഫോർ ട്രംപ് എന്ന് പറഞ്ഞിരുന്ന അതേ ട്രംപ് പിന്നീട് അതിനെ മാറ്റി പിടിക്കുന്ന ഒരാളുടെ ഫണ്ട് കിട്ടാൻ തുടങ്ങിയപ്പോഴാണ്. ഉം. ഒരു ക്യാപിറ്റലിസ്റ്റിന്റെ ഒരു മുതലാളിയുടെ ഫണ്ട് കിട്ടാൻ തുടങ്ങി. അതായത് എലോൺ മസ്കിന്റെ ഫണ്ട് കിട്ടുന്നത്. നമ്മൾ ഈ ട്രെൻഡുകൾ പലപ്പോഴും ഇങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ളതാണ്. ട്രെൻഡിനെ മാത്രം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുക. ട്രെൻഡുകൾ രൂപപ്പെടുന്നത് പലപ്പോഴും ഇത്തരത്തിൽ അധികാരം ആരുടെ കയ്യിലാണോ, അയാളുടെ നെറേറ്റീവ് എന്താണ്, സമ്പത്ത് ആരുടെ കയ്യിലാണോ, അയാൾ ഉദ്ദേശിക്കുന്ന നെറേറ്റീവ് എന്താണ്, ഈ ഒരു രൂപത്തിലാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ട്രെൻഡുകൾ രൂപപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ട്രെൻഡിന്റെ പിറകെ പോകുന്നതിന് പകരം കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താൻ തയ്യാറാവുക അതിൽ എന്നുള്ളതാണ്. ഏറ്റവും രസമായി തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ മാർക്ക് സുക്കർബർഗ്, ഫേസ്ബുക്കിന്റെ മെറ്റയുടെ മുതലാളി, മൂപ്പര് ഈ ട്രംപ് ജയിച്ച ഉടനെ മൂപ്പർ എന്ത് ചെയ്യണം, ജയിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മൂപ്പര് പോളിസി മാറ്റി. എന്ന് വെച്ചാൽ ഇത്രയും കാലം നമുക്ക് മെറ്റയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മറുഭാഗം തന്നെ പറ്റൂലായിരുന്നു. അപ്പം ഹെയ്റ്റ് സ്പീച്ച് ആയിരുന്നു. പക്ഷേ ഇപ്പം എന്തായി, ഇപ്പോൾ കാര്യങ്ങൾ മാറി. അധികാരം ആരുടെ കയ്യിലാന്നുള്ളത് മാറി. അതോടുകൂടി എന്തായി, അധികാരമുള്ളവൻ ഈ പറഞ്ഞ രണ്ട് ജെൻഡർ എന്നുള്ള തിയറിക്കാരായതുകൊണ്ട് ഇപ്പം ഇനിയിപ്പോൾ ജെൻഡറിനെ കുറിച്ച് എന്ത് പറയാം. അപ്പോൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഭയങ്കര ഫ്രീ എന്നൊക്കെ പറയുന്ന, ഫ്രീ സ്പീച്ച് എന്നൊക്കെ പറയുന്ന ഈ സോഷ്യൽ മീഡിയയുടെ അവസ്ഥ ഇതാണ്. ഈവൻ ട്വിറ്ററിൽ ഇതേപോലെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു. ഇലോൺ മസ്ക് ഏറ്റെടുക്കുന്നു, അങ്ങനെ അധികാരം മാറുന്നതോടുകൂടി പിന്നെ ട്വിറ്ററിൽ എന്തായി, ഫുള്ള് ജെൻഡറിന് വിരുദ്ധമായ കാര്യങ്ങളായി, ജെൻഡർ പൊളിറ്റിക്സിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായി. അതേപോലെ തന്നെ ഇപ്പം അധികാരം മാറിയപ്പം ഫേസ്ബുക്കിലും മെറ്റയിലും ഇനി എന്താ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നറേറ്റീവുകൾ ഉണ്ടാക്കുക, അത് പ്രചരിപ്പിക്കാൻ ചില ഫ്രീ സ്പീച്ച് എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് കുറച്ച് ഫ്രീ കൂടുതലാണ്, ചിലതിന് കുറച്ച് ഫ്രീഡം കുറവാണ് എന്നുള്ളത് തന്നെ. അതായത് നമ്മൾ ഫ്രീ എന്ന് കരുതുന്ന സ്പേസുകൾ പോലും വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് എന്നുള്ളതാണ്. അതിപ്പോൾ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഇപ്പം ഇസ്രായേൽ, പാലസ്റ്റൈൻ, ഇപ്പം ലോകത്തുള്ള ഭൂരിപക്ഷം ആളുകളും ഒരു ജനോസൈഡിന് എതിരായിട്ട് തന്നെയാണ്. സ്വാഭാവികമായിട്ടും ആളുകൾ ഇങ്ങനെ കൊന്നു തള്ളുക, അവരെ ഹ്യൂമൻ ആനിമൽസ് എന്ന് വിളിച്ച് അമലൈക്സിനെ പോലെ നമ്മൾ ബൈബിളിൽ പറഞ്ഞ കഥ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ അവരെ സ്ത്രീകളെയും കുട്ടികളെയും കൊല്ലും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ജനോസൈഡ് നടത്തുകയാണ്. അപ്പം അങ്ങനെ ജനോസൈഡ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യ മനസ്സാക്ഷി അതിനെതിരെ തന്നെയാണ്. പക്ഷേ അതിന്റെ ചിത്രങ്ങൾ ഇടാൻ പറ്റൂല. കാരണം എന്താ, അവരുടെ കയ്യിലാണ് അധികാരം. അവരുടെ കയ്യിലാണ് ഈ അമേരിക്കയും ഇസ്രായേലും കൂടിയിട്ടാണ് ഈ ജനോസൈഡ് നടത്തുന്നത്. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. അമേരിക്ക ഇല്ലെങ്കിൽ ഈ ജനോസൈഡ് നടക്കില്ല. അപ്പോൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ, അഥവാ അധികാരമുള്ളവന്റെ ജനോസൈഡാണിത്. അപ്പോൾ അതിനെതിരായിട്ട് പറയാൻ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അത്ര ഫ്രീ അല്ല. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു പോസ്റ്റ് ഇട്ടാൽ അത് ഈ വംശഹത്യക്കെതിരായ പോസ്റ്റ് ആണെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, ഷാഡോ ബാൻ ഉണ്ടാവും, അല്ലെങ്കിൽ റീച്ച് ഉണ്ടാവില്ല. അതൊരു യാഥാർത്ഥ്യമാണ്. അതല്ലാത്ത വിഷയങ്ങൾ നോക്കിയാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അപ്പോൾ അധികാരമുള്ളവൻ അവന്റെ സംസാരങ്ങൾ. ഇപ്പം അതേ സമയത്ത് ഈ കഴിഞ്ഞ ദിവസമാണ് UN എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പിന്നെ വംശഹത്യ വിരുദ്ധ ദിനം, അല്ലെങ്കിൽ ഈ ഹോളോകോസ്റ്റ് വിരുദ്ധ ദിനം ആചരിച്ചിട്ടുള്ളത്. അതിന്റെ കാരണം എന്താ, ഇപ്പൊ ഹിറ്റ്ലറില്ല, ഹിറ്റ്ലറിന്റെ കയ്യിൽ അധികാരമില്ല, ഹിറ്റ്ലറിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അധികാരമുള്ളവരാകട്ടെ ഈ പറഞ്ഞ ഹോളോകോസ്റ്റ് നേരിട്ട ആളുകളുമാണ്. അപ്പോൾ അതിനെതിരെ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എല്ലാവർക്കും ഭയങ്കര മാനവികരാകും. അതേ യൂറോപ്യൻ യൂണിയന്റെ അതേ സദസ്സിൽ വെച്ചിട്ട് തന്നെ ഫലസ്തീന്റെ വിഷയം ഒരാൾ, പോളിഷ് പ്രതിനിധിയാണെന്ന് തോന്നുന്നു, പോളണ്ടിന്റെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ ജൂതന്മാർക്കെതിരെയുള്ള ഹോളോകോസ്റ്റിന്റെ വിഷയത്തിലാണ് ഇവിടെ മൗന പ്രാർത്ഥന, അങ്ങനെ എന്താ പറയുന്നത്, സൈലന്റ് പ്രയർ. പക്ഷേ ഇതേ സംഭവം ഇപ്പൊ ജനസൈഡ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ധൈര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അയാളെ പിടിച്ച് പുറത്താക്കുകയാണ്. അതേ യൂറോപ്യൻ യൂണിയൻ അവരെ പ്രാർത്ഥിക്കുന്നു, നിശബ്ദ പ്രാർത്ഥന നടത്തുന്നു. അതായത് ഫ്രീ സ്പീച്ചിന്റെയും ഒക്കെ അപ്പോസ്തലന്മാരായിട്ട് സ്വയം പറയുന്ന ആളുകൾ തന്നെയാണ് ഈ ചെയ്യുന്നത്. ഫലസ്തീനിലെ ജനസൈഡിനെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് പറഞ്ഞില്ല, എന്തുകൊണ്ട് അവർക്കൊരു നിശബ്ദ പ്രാർത്ഥന ഇല്ല എന്ന് അയാൾ ചോദിക്കണ്ട. ചോദിക്കുമ്പോൾ അയാൾ പിടിച്ച് പുറത്താക്കണം. അപ്പോൾ ഇവിടെയൊക്കെ നറേറ്റീവ് ആരുണ്ടാക്കുന്നു, അധികാരമുള്ളവൻ എന്ത് പറയുന്നു, അവന്റെ നറേറ്റീവുകൾ. ഇപ്പം ഈ അടുത്ത് ഡീപ്സീക്ക് വന്നപ്പോൾ ചൈനയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഡീപ്സീക്കിനോട് നമ്മൾ യുഗർ മുസ്ലിങ്ങളെ കുറിച്ച് ചോദിച്ചാൽ കുറച്ചങ്ങനെ ടൈപ്പ് ചെയ്യും, പിന്നെ അത് ഇറേസ് ചെയ്തിട്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ശരിക്കും അവരാണ് ഇനി ഈ മാർക്കറ്റ് കൈയടക്കുന്നുണ്ടെങ്കിൽ ചൈന ചെയ്യുന്ന ജനോസൈഡിനെ എന്ത് ചെയ്യാൻ പറ്റില്ല, കൊണ്ടുവരാൻ പറ്റൂല, അല്ലെങ്കിൽ അതിന് വിസിബിലിറ്റി കുറവായിരിക്കും. ഇത് വളരെ എവിഡന്റ് ആണ്. അത് ഈവൻ ChatGPT ആയാൽ പോലും അവിടെ അമേരിക്കയുടെ താല്പര്യങ്ങളായിരിക്കും ChatGPT സംരക്ഷിക്കുന്നത്. ഫലസ്തീൻ വിഷയം ചോദിച്ചാൽ ആരുടെ ഭാഗത്ത് തന്നെയാണ്, അത് ഭയങ്കര കോംപ്ലക്സ് ആണ്. എന്നാൽ ഉയ്ഗുർ മുസ്ലിങ്ങളുടെ കാര്യം ചോദിച്ചാൽ ChatGPTക്ക് കുറെ പറയാനുണ്ടാവും. നേരെ തിരിച്ച് ഡീപ്സീക്കിനോട് ചോദിച്ചാൽ തിരിച്ച് ആയിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഇത് നമ്മൾ വിചാരിക്കുന്നത്, ഇത് സാധാരണക്കാർ വളരെ ഗൗരവത്തോടുകൂടി മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അമേരിക്കയുടെയോ അല്ലെങ്കിൽ ഈ സാമ്രാജ്യത്വം, ഇപ്പോൾ ചൈന ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും റഷ്യ ആണെങ്കിലും ഇങ്ങനെയുള്ള വൻ പവറുകളുടെ അവർ ഉണ്ടാക്കുന്ന നറേറ്റീവുകളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ChatGPT അടിച്ചാൽ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ബയാസും ഇല്ലാത്ത ഉത്തരങ്ങളാണല്ലോ വരുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അങ്ങനെ അല്ല, മറിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ളത് തന്നെ വരുള്ളൂ. ഇപ്പോൾ നമുക്ക് ഈ ChatGPT ഭയങ്കര പ്രശ്നമായിട്ട് തോന്നാത്ത കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറേ കാലമായിട്ട് ലോകം ഈ ഒരു യൂണിപോളാർ വേൾഡിലാണ് ഈ കറങ്ങുന്നത്. ലോകം ഈ അമേരിക്കൻ താല്പര്യങ്ങളിലാണ് കറങ്ങുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകൾ പോലും, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുന്നതും പറയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പോലും ആ ഒരു ചിന്തക്ക് അനുകൂലമായിട്ടാണ്. ഇപ്പോൾ ചൈനയുടേത് കുറച്ചൊക്കെ ഒരു ആൾട്ടർനേറ്റീവ് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെയാണല്ലോ സംഭവങ്ങൾ. ഓരോരുത്തരുടെയും അവർ എടുക്കുന്ന നറേറ്റീവുകളുടെ ഉള്ളിൽ നിന്ന് മാത്രമാണല്ലോ കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോഴും, നമ്മൾ ഗൂഗിൾ ചെയ്യുമ്പോഴും, നമ്മൾ ChatGPT ഉപയോഗിക്കുമ്പോഴും, ഡീപ്സീക്ക് ഉപയോഗിക്കുമ്പോൾ ഒക്കെ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അതിനപ്പുറത്തേക്ക് ചിന്തിക്കാനും മനസ്സിലാക്കാനുള്ള വഴികൾ നമ്മൾ തേടണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്.